മാന്യതാ. നിങ്ങള് ദേഹോപദ്രവം ഏൽപ്പിച്ചപ്പോ ചേച്ചിക്ക് കൈയും കെട്ടി നോക്കി നിൽക്കാനാവില്ലല്ലോ. നിങ്ങൾ ഉപദ്രവിച്ചപ്പോ നിങ്ങളിൽ നിന്ന് രക്ഷപ്പെടാനായി സ്വയം രക്ഷയ്ക്കായി പലതും ചെയ്യേണ്ടി വന്നിട്ടുണ്ടാവും. അങ്ങനെ മുറിവുകൾ വരാലോ. ചേച്ചി ചെയ്ത കുറ്റങ്ങളൊന്നും പൊന്നനിയത്തി പറയില്ലല്ലോ. പ്രേംനാഥ്, യെസ് മാഡം. ഇവരോട് മര്യാദയുടെ ഭാഷ പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ലോക്കപ്പിലിട്ട് വേണ്ട രീതിയിൽ പെരുമാറിയിട്ട് തന്നെ ചോദിക്കേ. സത്യം എന്താണെന്ന് നമുക്ക് അറിയാതെ പറ്റില്ലല്ലോ. വനിതാ പോലീസുകാരെ കൂടി വിളിക്ക്. എന്നിട്ട് ഇവരെ പൊക്കിക്കൊണ്ടുപോയി നല്ല ഇടിയങ്ങ് വെച്ചു കൊടുക്കാൻ പറ. ഇയാൾക്കും കൊടുക്കുന്ന 4 ഇടി. അങ്ങനെ നല്ല രീതിയിൽ ഇവിടെ നിന്ന് ഇറങ്ങി പോണ്ട. അയ്യോ, ഇങ്ങനെയൊക്കെ ശിക്ഷിക്കാൻ ഞങ്ങൾ എന്ത് കുറ്റമാ ചെയ്തേ? അറിയില്ലേ രണ്ടുപേർക്കും? ഒന്നും അറിയില്ല അല്ലേ? രാജീവ് സാറ് ഹയർ സ്റ്റഡീസിനായി വിദേശത്തേക്ക് പോയപ്പോ എന്റെ ചേച്ചി ശാരികയെ പലവട്ടം നിങ്ങൾ ദേഹോപദ്രവം ഏൽപ്പിച്ചു. സ്വയം ഒടുങ്ങാൻ ആത്മഹത്യക്ക് പ്രേരിപ്പിച്ചു. പിന്നെ ചെയ്യാവുന്ന പീഡനങ്ങൾ മുഴുവൻ ചെയ്തു. ഒടുവിൽ ഭ്രാന്തിയാക്കി സെല്ലിനകത്ത് അടയ്ക്കാനും നോക്കി. അതിന് ഞാൻ തന്നെയാ സാക്ഷി. ക്രുവൽറ്റി ബൈ ഹസ്ബൻഡ് ഓർ റിലേറ്റീവ്സ് ഓഫ് ഹസ്ബൻഡ്. അതായത് ഇന്ത്യൻ ശിക്ഷാ നിയമത്തിലെ 498A വകുപ്പ്. ഈ വകുപ്പ് പ്രകാരം പറയുന്നത് എന്താണെന്ന് വെച്ചാ, ഭർത്താവോ അല്ലെങ്കിൽ ഭർത്താവിന്റെ ബന്ധുക്കളോ ഒരു സ്ത്രീയെ ക്രൂരതയ്ക്ക് വിധേയയാക്കുകയാണെങ്കിൽ 3 വർഷത്തോളം വരുന്ന തടവ് ശിക്ഷയോ പിഴയോ ലഭിക്കാവുന്ന കുറ്റമാണത്. അകത്ത് പോയി കിടക്കണോ ആങ്ങളയ്ക്കും പെങ്ങൾക്കും? എന്റെ ചേച്ചിയുടെ ഒരൊറ്റ ഒപ്പ് മതി, രണ്ടും അകത്ത് പോയി കിടന്നും ഒഴിയെണ്ണു. അപ്പൊ ഈ കേസ് എങ്ങനാ, ഏത് രീതിയിൽ ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ ഉദ്ദേശിക്കുന്നത്? മാഡം, രാജീവിനെ വിളിച്ച് സംസാരിച്ചിട്ടുണ്ട്. രാജീവ് വരട്ടെ, എന്നിട്ട് ഈ കേസ് എങ്ങനെ പോകണമെന്ന് തീരുമാനിക്കാം മാഡം. ആയ കാലത്ത് രാമനാമവും ജപിച്ച് പേരക്കുട്ടികളെയും കളിപ്പിച്ച് പ്രാർത്ഥനയും വഴിപാടുമായി കഴിയേണ്ടതിന് പകരം കാലം മറന്നുകൊണ്ടിരിക്കുന്ന അമ്മായിയമ്മ പോരുമായിട്ട് വന്നിരിക്കുന്നു. അതിനെ കൂട്ടുനിൽക്കാനൊരു പൊന്നാങ്ങളെ. ഇനി നിങ്ങളുടെ ഒരു വിരലെങ്കിലും എന്റെ ചേച്ചിയുടെ നേർക്ക് ഉയർന്നു എന്ന് ഞാൻ അറിഞ്ഞ, ഈ ശാലിനി വിഷ്ണു ആരാണെന്നും എന്റെ പൊസിഷൻ എന്താണെന്നും എന്നെ കൊണ്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് നിങ്ങൾ അറിയും. ശരിക്കും അറിയും.